ബാലുശ്ശേരിയിൽ ജാഥയ്ക്ക് നൽകിയ സ്വീകരണ ചടങ്ങിനിടെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു മൊയ്തീൻ എന്ന പേരുള്ള വൃദ്ധൻ കുറേ പൈസ ഗോവിന്ദ മാഷിന് കൈമാറുകയാണ്. തനിക്ക് സർക്കാരിൻ്റെ പെൻഷനായി കിട്ടിയ പൈസയാണ് എന്നും ഇത് പാർട്ടിക്ക് വേണ്ടി തരികയാണ് എന്നും വൃദ്ധൻ വളരെ സ്നേഹത്തോടെ പറയുന്നു. ഗോവിന്ദ മാഷാകട്ടെ ഈ പണം സ്വീകരിച്ചതിന് ശേഷം തിരികെ വൃദ്ധൻ്റെ പോക്കറ്റിലേക്ക് തന്നെ പണം വെച്ചു കൊടുക്കുകയും ഞങ്ങൾ സ്വീകരിച്ചതായി കണക്കാക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ തോതിലാണ് പ്രചരിച്ചിരുന്നത്. കാരണം CPM സർക്കാർ സംസ്ഥാനത്തെ അഗതികൾക്കായിട്ടുള്ള അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് പാർട്ടിയോട് ആ നന്ദി പ്രകടിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മറ്റാരോ ചിത്രീകരിച്ചൊരു വീഡിയോയിൽ ഇതേ വയോധികൻ തന്നെ പറയുന്നത് പാർട്ടിക്കാർ പണം തന്നിട്ടാണ് താൻ സ്റ്റേജിൽ അതുകൊണ്ടുപോയി കൊടുത്തത് എന്നാണ്. ഇതോടെ ശരിക്കും CPM വെട്ടിലാവുകയായിരുന്നു. കാരണം തങ്ങൾ നടത്തിയ ഈ ഒരു PR നാടകം നാട്ടുകാരുടെ മുമ്പിൽ പൊളിഞ്ഞടുങ്ങി എന്നുള്ള സത്യം അവരെ തുറച്ചു നോക്കുക തന്നെ ചെയ്യുകയാണ് ഇപ്പോഴും. ഏതായാലും ഈ അയോധ്യനെ കൊണ്ട് വീണ്ടും മാറ്റി പറയിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും ഇതിൽ CPM ആകെ നാറിപ്പോയി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അപഹാസ്യനായി നിൽക്കുന്നത് എന്നുള്ള കാര്യം പോലും ഈ PR നാടകം ആസൂത്രണം ചെയ്ത അത് പ്രാദേശിക നേതാക്കളാണോ അതോ സംസ്ഥാന തലത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഈ യാത്രയുടെ PR കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മഹാന്മാരാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും ഇക്കാര്യത്തിൽ പെട്ടുപോയത് ഗോവിന്ദ മാഷ് തന്നെയാണ്. ഏതായാലും നടനും സംവിധാനമൊക്കെയായ ജോയ് മാത്യു ഈ ഒരു സംഭവത്തെ കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വളരെ രസകരമായി തന്നെയാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത്. ബാലുശ്ശേരിയിലെ നാടക ബാലപാഠങ്ങൾ എന്നാണ് അദ്ദേഹം തലക്കെട്ട് നൽകിയിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏതെങ്കിലും പാർട്ടി അടിമകളായ നാടകക്കാരെ വെച്ച് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകം കുറച്ചുകൂടി നന്നായേനെ. ചിലപ്പോൾ അന്തർദേശീയ നാടകോത്സവങ്ങളിൽ ബഹുമതിക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. നാടകം അറിയാത്ത ഏതോ PR അടിമ സംവിധാനിച്ചതാവാനാണ് വഴി. ഒന്നാം സ്ക്രിപ്റ്റൊട്ടും നാടകീയത ഇല്ലാത്തതായി പോയി. പെൻഷൻ കിട്ടിയ വയസ്സൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അരങ്ങിലേക്ക് വെച്ച് വരണമായിരുന്നു. കൈ പിടിച്ച് നടത്താൻ കൊച്ചുമക്കളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതുതലമുറയുടെ സിംബോളിക് എഫക്റ്റ് കിട്ടുമായിരുന്നു. വയസ്സൻ കഥാപാത്രത്തിൻ്റെ ആഹാര്യം, വേഷവിധാനം ശരിയായില്ല. ഷർട്ടിടാതെ തലയിൽ ഒരു പാളത്തൊപ്പി ഘടിപ്പിക്കേണ്ടിയിരുന്നു. കയ്യിൽ വാച്ച് പാടില്ലായിരുന്നു. ഡബിൾ മുണ്ടിന് പകരം മുഷിഞ്ഞ തോർത്തുമുണ്ടായിരുന്നെങ്കിൽ കസറിയേനെ. അഭിനയത്തിൽ ഗോവിന്ദ മാഷ് ഒഴിച്ച് സഹകരണമാരും നന്നായില്ല. വയസ്സൻ കഥാപാത്രമാകട്ടെ പഠിച്ച ഡയലോഗ് മറന്നു. പ്രോംപ്റ്റർ ഉള്ളതുകൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ഏതായാലും നാടകരംഗത്തും സിനിമയിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായ ഈ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ജോയ് മാത്യുവിനെ പോലെയുള്ള ഒരാളിന് കൃത്യമായും ഇതിൻ്റെ പിന്നിൽ നടന്ന തമാശ നാടകം എന്താണെന്നുള്ളത് ഇതിലൂടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നുണ്ട്. നേരത്തെയും നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം ഒരു കപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ട് PR പരിപാടി നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതും പണി പാളുകയായിരുന്നു.